Hi, hello, welcome back to my channel. 2-3 ദിവസത്തെ വീഡിയോസ് ഇടാൻ ഞാൻ കുറച്ച് ഡിലേ ആയിരുന്നു. അത് കുറച്ച് ഇഷ്യൂസ് ഉള്ള ഒരു ചെറിയ ഇഷ്യൂസൊക്കെ നെറ്റിൻ്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്നത് 2 ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബ്രഷസ് ആണ്. ഇത് നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. നല്ല ഫെദറി ടച്ചുള്ള 2 ബ്രാൻഡിൻ്റെ 2 സെറ്റ് ഓഫ് ബ്രഷസ് ആണ് പറയാൻ പോകുന്നത്. ഇതിലെ ഒരു സെറ്റ് ഓഫ് ബ്രഷിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ എന്തായാലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ എൻ്റെ ചാനലൊന്ന് കയറി നോക്കിയാൽ മതി, അതിനകത്ത് ഞാൻ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തേത് ബ്രഷ് ഞാൻ ഇപ്പോൾ വാങ്ങിച്ചതേ ഉള്ളൂ, പക്ഷെ നല്ലൊരു പ്രൈസാണ് എനിക്ക് കിട്ടിയത്. ഇപ്പം ഞാനൊരു പ്രൈസ് നോക്കിയപ്പോൾ ഇച്ചിരി ഒന്ന് എല്ലാത്തിലും ഒരു ഇച്ചിരി റേറ്റ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അത് ഒരു 100 rupees കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതെന്താണെന്നറിയാൻ വയ്യ. ഞാൻ വാങ്ങിച്ചപ്പോൾ അത്ര പ്രൈസ് അല്ലായിരുന്നു കേട്ടോ. അപ്പം ഏതൊക്കെ ബ്രഷാണെന്ന് ഇപ്പം തന്നെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് മാൾസിൻ്റെ ബ്രഷസ് ആണ്. മാൾസിൻ്റെ ഈ സെറ്റ് ഓഫ് 8 ബ്രഷസ് ആണ്. ഫസ്റ്റ് ഞാൻ വാങ്ങിച്ച ബ്രഷസ് എന്ന് പറയുമ്പോൾ ഇതാണ്. ഇതിൻ്റെ കവറെല്ലാം പോയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന്. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ഒരു പ്രോഡക്റ്റ് ഫസ്റ്റ് ഞാൻ വാങ്ങിച്ചപ്പോൾ എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ 1.5 വർഷമായി കാണും. അന്ന് തൊട്ട് ഈ ബ്രഷസ് എൻ്റെ അടുത്തുണ്ട്. ഞാൻ ഈ ബ്രഷസ് അത്യാവശ്യം യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ കൂടുതൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു പൗഡർ ബ്രഷും ഈ ഒരു ഫൗണ്ടേഷൻ ബ്രഷും ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഒക്കെ ചിലപ്പോൾ കൺസീലറൊക്കെ ചെയ്യാൻ ചിലപ്പോൾ ഞാൻ ഇത് എടുക്കാറുണ്ട്. നല്ല ബ്രഷാണ്, അടിപൊളി അഫോർഡബിൾ റേറ്റിനുള്ള 700 739 ആണ് പറഞ്ഞത്. ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് 9,000 ഉണ്ട്. പക്ഷെ ഞാൻ വാങ്ങിച്ചപ്പോഴും 700 ഉള്ളായിരുന്നു. 706 ഇത്രയേ ഉള്ളായിരുന്നു ഞാൻ വാങ്ങിച്ച സമയത്ത്. ഞാൻ വാങ്ങിച്ച സമയത്തുള്ള പ്രൈസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊന്ന് നോക്കാം. ഇത് സിന്തറ്റിക് ബ്രഷാണ്. നല്ലോണം സ്മഡ്ജാവുന്ന നല്ല സൂപ്പർ ബ്രഷ്. ഇപ്പോഴും ഞാൻ ഈ ബ്രഷ് യൂസ് ചെയ്യുന്നത്. ഞാൻ കോമ്പാക്ട് പൗഡറൊക്കെ കൂടുതലും ഈ ഒരു ബ്രഷസ് കൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നല്ലൊരു അടിപൊളി ബ്രഷാണ്. ഇത് പൗഡർ ബ്രഷ് തന്നെയാണ്. നമുക്ക് കോമ്പാക്ട് പൗഡേർഡ് ആയിട്ടുള്ള എല്ലാ പ്രോഡക്റ്റും യൂസ് ചെയ്യാം. ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ബ്രഷാണ്. നമുക്ക് ഓരോന്നിനും 200 300 ഒക്കെ വാങ്ങിച്ച് ഓരോ ബ്രഷിനും വാങ്ങിക്കാനായിട്ട് ഇങ്ങനെ സെറ്റ് ഓഫ് ഇത് ബിഗിനേഴ്സിന് അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു 7 സെറ്റ് ഓഫ് ബ്രഷസ് എന്ന് പറയുന്നത്. ഒന്ന് ഫൗണ്ടേഷൻ ബ്രഷ്, ഒന്ന് പൗഡർ ബ്രഷ്, ഒന്ന് ഹൈലൈറ്റർ ആൻഡ് കോണ്ടോർ ബ്രഷ്. കോണ്ടോറും ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ കൺസീൽ ചെയ്യാം, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അതേപോലെ ഇത് ഐഷാഡോ പാക്കിംഗ് ബ്രഷാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് കൺസീൽ ചെയ്യാൻ എടുക്കാം. ഇതും നമുക്ക് കൺസീലർ നമുക്ക് യൂസ് ചെയ്യാൻ നല്ല പറ്റിയ ബ്രഷ് തന്നെയാണ്. പിന്നെ ഇതൊക്കെ ഐഷാഡോ ബ്രഷും. പിന്നെ ഇത് ക്രീം പ്രോഡക്റ്റ് ഞാൻ പറഞ്ഞു കിട്ടുന്ന നമ്മൾ കൺസീലർ യൂസ് ചെയ്യാൻ നല്ല ഒരു ഫ്ലാറ്റ് ബ്രഷാണ്. നമ്മുടെ എവിടെയൊക്കെ നമുക്ക് ഡാർക്ക് സർക്കിൾസ് ഉണ്ടോ അവിടെയൊക്കെ ഒന്ന് കൺസീൽ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ബ്രഷാണ്. ഇത് ഐബ്രോ ബ്രഷാണ്. ഐബ്രോ ബ്രഷ് അതേപോലെ നമുക്ക് ഐബ്രോസിൻ്റെ താഴെ ഹൈലൈറ്റിങ് കൺസീലർ വെച്ച് നമുക്ക് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. അതേപോലെ ലിപ്സിൻ്റെ ഈ കോർണേഴ്സിലൊക്കെ ലിപ്സിൻ്റെ ഒരു ഇച്ചിരി ഇവിടെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് കൺസീൽ ചെയ്യുമ്പം നമുക്ക് അടിപൊളി ഷേപ്പായിട്ടുള്ള ലിപ്സ് നമുക്ക് കിട്ടും. അപ്പം നല്ലൊരു എന്താ പറയുക, ഒരു ഹൈലൈറ്റിങ് കിട്ടിയതുകൊണ്ട് ലിപ്സിനായാലും ബ്രോസിനായാലും കിട്ടും. അതുപോലെ നമ്മൾ വിങ്ങൊക്കെ ഇട്ട് ഹൈലൈറ്റർ എഴുതുന്നവരാണെങ്കിൽ ഇത് നമ്മൾ ഇച്ചിരി കൺസീലർ എടുത്തിട്ട് ഇതിലൊന്ന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സൂപ്പറായിട്ട് വരും കേട്ടോ. ഇത് ബ്രഷസിൻ്റെ ഒക്കെ യൂസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വേണമെന്ന് വീഡിയോ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. ഞാൻ ഈ ബ്രഷ് ഈ ഒരു സെറ്റ് വെച്ചിട്ട് ഞാൻ ഫുൾ ഫേസ് മേക്കപ്പ് ഞാൻ ചെയ്ത് കാണിക്കാം കേട്ടോ. അടിപൊളി ബ്രഷാണ്. ഞാൻ ഫസ്റ്റ് വാങ്ങിച്ച ഒരു ബ്രാൻഡ് ബ്രഷസ് എന്ന് പറയുമ്പം ഇതാണ്. ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ വേറെ കോഴ്സിനൊക്കെ പോയപ്പോഴും ഞാൻ ബ്രഷസ് വാങ്ങിച്ചത്. ഫസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്തത് ഞാൻ ഈ ബ്രഷിലാണ് കേട്ടോ. നല്ല അടിപൊളി, നല്ല ക്ലീനിങ് ചെയ്യാനും നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ള ബ്രഷാണ്. പ്രൈസിന് ഇത് വർത്ത് തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് പ്രോഡക്റ്റ് ഞാൻ ഇതാണ് പറയുന്നത്. ഓക്കെ, ൻ്റെ ബോക്സ് ഞാനിപ്പോൾ വെബ്സൈറ്റിൽ നോക്കിയപ്പോൾ നൈക്കയിൽ ഇപ്പോൾ സെയിൽ നടക്കുന്നുണ്ട്. ഈ 22 നവംബർ 22 ഫ്രൈഡേ പിങ്ക് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എത്ര ദിവസം വരെ ഉള്ളതെന്ന് പറയുന്നില്ല. 22 4 o'clock സ്റ്റാർട്ട് ചെയ്ത് 4 PM സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ അനൗൺസ്മെൻറ്റ് ചെയ്തിട്ട് ഇന്നലെ അനൗൺസ്മെൻറ്റ് ചെയ്താന്ന് തോന്നുന്നു ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നോക്കിയപ്പോഴും അത്യാവശ്യം പ്രൈസ് അവർ ഒറിജിനൽ പ്രൈസിന് തൊട്ട് താഴെയായിട്ട് പിങ്ക് സെയിൽ പ്രൈസും കാണും. ആ പിങ്ക് സെയിൽ എത്രത്തോളം പോകുന്നു നമ്മൾ നോക്കി വെച്ചിരുന്നാൽ മതി. അത്യാവശ്യമുള്ള പ്രോഡക്റ്റ്സൊക്കെ വില കുറവിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞ വിലയെക്കാട്ടി ചിലപ്പോഴും വില കുറയാൻ ചാൻസ് ഉണ്ട്. ഏതോ ഒരു പിങ്ക് സെയിലാണെന്ന് തോന്നുന്നു ഞാൻ ഈ പ്രോഡക്റ്റ് നൈക്കയിൽ നിന്ന് വാങ്ങിച്ചതായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ. ആ വീഡിയോയിലൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഇല്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും കാണുന്നതായിരിക്കും. അപ്പം നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചത് ഇതേപോലെ അഫോർഡബിൾ ബ്രാൻഡിലുള്ള ഒരു പ്രോഡക്റ്റാണ്. ഇത് ഞാൻ ബോക്സ് മാറ്റിയില്ല, കാര്യം ഞാൻ പറയാൻ വന്ന് വിട്ടുപോയി.
ഈ ബോക്സ് ഒരു കാർഡ്ബോർഡ് ബോക്സിലാണ് വന്നത്. കാർഡ്ബോർഡ് ബോക്സിലാണ് ബ്രഷ് വന്നത്. അതിനകത്ത് നമ്മളെല്ലാം പ്ലാസ്റ്റിക് കവറിനകത്ത് റാപ്പ് ചെയ്താണ് ഈ സംഭവം വന്നത്. പക്ഷേ ഇപ്പം അത് മാൾസ് പ്രത്യേകം ബോക്സ് ആയിട്ട്, മറ്റേ നമ്മൾ ബ്രഷ് ബോക്സ് ഒക്കെ ഉണ്ടല്ലോ അതുപോലത്തെ ബോക്സ് ആയിട്ട്, പക്ഷേ അതിന് 1000 സംതിങ് ഉണ്ട്. ഓഫർ പ്രൈസ് എനിക്ക് തോന്നുന്നു 1000-നകത്തേ ഉള്ളൂ. അത് വാങ്ങിക്കുന്നവരെ അത് വാങ്ങിക്കാം, കാരണം അതിനകത്ത് ബോക്സ് എക്സ്ട്രാ ഉണ്ടെന്നേ ഉള്ളൂ. ബ്രഷസ് ഇത് തന്നെയാണ്. ഞാൻ ഇതിൻ്റെ പിക്ചേഴ്സ് എല്ലാം നോക്കി. പിക്ചേഴ്സ് ഞാൻ എവിടെയെങ്കിലും ഞാൻ ആഡ് ചെയ്തേക്കാം. ഓക്കെ, നൈക്കയിൽ ബോക്സസോട് വാങ്ങിക്കണം, ബോക്സിൽ വരെ പ്രത്യേകിച്ച് ബോക്സ് ഒന്നും വെക്കാൻ താല്പര്യമില്ല, ആ ബോക്സിൽ തന്നെ വെക്കാം. അതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിട്ട് അതിനകത്ത് തന്നെ വെക്കാവുന്നേ, കാരണം ഇത്ര ബ്രഷ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതിനകത്ത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് വാങ്ങിക്കുന്നവർ അത് വാങ്ങിക്കും. അല്ല ബ്രഷസ് മാത്രം മതി എനിക്ക് ബോക്സ് വെക്കാൻ വരെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും വേണ്ടെന്ന് താല്പര്യമുള്ള അത് വാങ്ങിക്കുക. അത് ഗ്രീൻ കളറിൽ തന്നെ ഉണ്ട്. അതിൻ്റെ ഞാൻ ഫോട്ടോസ് തന്നെ സ്ക്രീനിൽ എവിടെയെങ്കിലും കാണിച്ചേക്കാം. അപ്പോൾ അതുകൊണ്ട് അത് എനിക്ക് നനഞ്ഞ ആ ബോക്സ് നനയോ എന്താ കണ്ട് ചെയ്ത് ആ കാർഡ്ബോർഡ് ബോക്സ് ഞാൻ എടുത്ത് കളഞ്ഞു. കാരണം അത് കൊണ്ട് നടക്കാൻ ഒരു സുഖമില്ലായിരുന്നു, അതിനകത്ത് വെച്ചുകൊണ്ട് നടക്കാൻ. ഇത് ഫുൾ വെച്ച് നടക്കാം. അതുകൊണ്ട് ഞാനിപ്പം ഇങ്ങനത്തെ ഒരു ബൗച്ചിനകത്ത്, ഇത് വേറെ ബ്രഷസാണ് കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽസ് ആണെങ്കിൽ പറഞ്ഞാൽ ഞാൻ അതിൻ്റെ പ്രത്യേകം പറയാം. അത് പ്രത്യേകം വാങ്ങിച്ച സിംഗിൾ ബ്രഷസാണ്. ഞാൻ ഇച്ചിരി ഇങ്ങനെ ബ്രഷസ് കുറച്ച് വാങ്ങിച്ച് വെക്കുന്ന കൂട്ടത്തിലാണ്. അങ്ങനെ വാങ്ങിച്ച പ്രോഡക്റ്റാണ്. അതിൻ്റെ വീഡിയോസ് വേണമെങ്കിൽ അത് പ്രത്യേകം പറഞ്ഞാൽ മതി. അപ്പം അത് അങ്ങനെ വാങ്ങിച്ചതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതിൻ്റെ തന്നെ അത്യാവശ്യം നല്ല റേറ്റിംഗ് ഒക്കെ വരുന്ന ഏകദേശം സെയിം പ്രൈസ്. പക്ഷേ ചിലപ്പം ഇതുപോലെ മാൾസിൻ്റെ ബ്രഷസിൻ്റെ കൂടെ കൂടുകയും ചെയ്യും കുറയുകയും ചെയ്യും. ഇങ്ങനെ കൂടിയും കുറഞ്ഞിരിക്കുന്നുണ്ട്. ഞാൻ വെച്ച് ഈ ബ്രഷസും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ച് ഞാൻ വാങ്ങിച്ചതാണ്. അതും സെയിം കാർഡ്ബോർഡ് ബോക്സാണ്. ഇതിന് പ്രത്യേകിച്ച് ഇതിന് മാത്രമായിട്ടുള്ള ബോക്സസ് ഒക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ അതില്ല. പക്ഷേ ഇതിൻ്റെ 12, 24 അങ്ങനെ 18 ഉള്ള ബ്രഷസിനൊക്കെ എനിക്ക് തോന്നുന്നു പൗച്ച് പോലത്തെ ബാഗുണ്ട്. പക്ഷേ ഇതിനതില്ല. പ്രൈസിന് ഇത് തന്നെ ധാരാളം. രണ്ടാമത് ഞാൻ പറയുന്നത് ഈ സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ബ്രഷ് കിറ്റാണ്. ഇതിനകത്ത് 6 മാൾസിൽ 8 സെറ്റാണെങ്കിൽ ഇത് 6 സെറ്റേ ഉള്ളൂ. ഇത് പൗഡർഡ് ബ്രഷും ഐ ഷാഡോ ബ്രഷും കൺസിൽ അതുപോലെ തന്നെ എക്സ്ട്രാ 2 ബ്രഷ് അതിനകത്ത് ഐ ഷാഡോയ്ക്കുള്ള ബ്രഷ് ഹൈലൈറ്റിങ്ങും ഐ ഷാഡോയ്ക്കും ഉണ്ടെന്നല്ലാതെ പ്രത്യേകിച്ച് മാറ്റമില്ല. ഏകദേശം സെയിം പ്രൈസ് തന്നെ. ഇതിന് ഇപ്പോൾ കാണിക്കുന്നത് 714 ആണ് ഇപ്പോൾ കാണിക്കുന്ന വില. പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് ഇവർ പറഞ്ഞത് 1299 എന്നൊക്കെ ഇച്ചിരി ഓവറാണ്. പക്ഷേ 700 ഓക്കെയാണ്. നല്ല ബ്രിസിൽസ് ആണ് കേട്ടോ. ഇത് നല്ല ബ്രിസിൽസ് ആണ്. കണ്ടോ, ഇത് പൗഡർ ബ്രഷാണ്. ഇത് സൂപ്പറായിട്ട് അതുണ്ട്. അവളിങ്ങനെ പിടിക്കുമ്പോഴൊന്നും ഇതിൻ്റെ ബ്രിസിൽസ് പോകത്തില്ല. അതേപോലെ ഇതിൻ്റെ ബ്രിസിൽസ് ഞാൻ കാണിച്ചുതരാം. ഇത് പൗഡർ ബ്രഷ് കേട്ടോ. പറ്റില്ല. സ്വിസ് ബ്യൂട്ടിയുടെയും മാൾസിൻ്റെ പൗഡർ ബ്രഷ് തമ്മിൽ കാണുമ്പോൾ വ്യത്യാസം. കാരണം ഇത് നല്ല ഫ്ലഫി ആയിട്ടുള്ള പൗഡർ ബ്രഷാണ്. പക്ഷേ മാൾസിൻ്റെ അത്യാവശ്യം ചെറുതാണ്, നമുക്ക് ഹാൻഡി ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്നത്. എനിക്ക് ഇത് കൊണ്ടു നടക്കാനാണ് ഒന്നും കൂടെ താല്പര്യം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഹാൻഡി ആയിട്ട് നമ്മുടെ ഹാൻഡ് ബാഗിലോ പൗച്ചിലോ ഒക്കെ നമുക്ക് ഇട്ടുകൊണ്ട് പോകാം. ഹാൻഡിയാണ്, എളുപ്പം ക്ലീൻ ചെയ്യും. കാരണം ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇത് അത്യാവശ്യം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് പൗഡറോ അങ്ങനെ ഒന്നും അറിയാനേ ഇല്ല. നമ്മൾ യൂസ് ചെയ്യുന്നതായിട്ട് തോന്നുന്നില്ല. ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടിരിക്കുന്ന കാര്യം ഞാൻ യൂസ് ചെയ്തിട്ട് ഒരു ടിഷ്യൂ പേപ്പറിൽ ഞാനൊന്ന് ഡസ്റ്റ് ഒന്ന് ചെയ്ത് കളയുമ്പോൾ ഇത് ഓക്കെയാവും. പൗഡർ മാത്രം, ഞാൻ കോമ്പാക്ട് പൗഡർ മാത്രമേ ഞാൻ ഇതിന് യൂസ് ചെയ്യുള്ളൂ, അതായത് വേറെ ഒന്നും യൂസ് ചെയ്യില്ല. അതേ മാത്രമേ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. പക്ഷേ നല്ല ഒരു എഫക്റ്റ് തന്നെ. അതേപോലെ ഇതും ഞാൻ ചില സമയത്ത് യൂസ് ചെയ്യാറുണ്ട്, കോമ്പാക്ട് പൗഡർ തന്നെ. ചില സമയത്ത് അത് കിട്ടാതെ വരുമ്പം ഞാൻ ഈ പ്രോഡക്റ്റ് എടുത്ത് ഞാൻ എൻ്റെ അണ്ടർ ഐസിൻ്റെ താഴെയൊക്കെ പൗഡർ സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇതും സെറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതും ഞാൻ കാണിച്ചില്ലേ, അങ്ങനെ പൗഡറായിട്ട് ഒന്നും അറിയത്തില്ല, നല്ല അടിപൊളി. പക്ഷേ ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു പ്രോഡക്റ്റ് നല്ല ഫ്ലഫിയാണ്, ഫുൾ ഫ്ലഫി ആയിട്ടിരിക്കുന്നതാണ്. നമുക്കിത് പൗഡർ പ്രോഡക്റ്റ് എന്തും ചെയ്യാം. ലാർജായിട്ട് നമുക്ക് ബ്ലഷ് ഇടണമെങ്കിൽ ബ്ലഷ് ഇടാം. പിന്നെ നമുക്ക് ഫേസ് ഫുൾ ഒന്ന് ഒരു പെട്ടെന്ന് പോകണമെന്ന് വെച്ചാൽ ഒന്ന് കോമ്പാക്ട് പൗഡർ എടുക്കുക, ഫുൾ ഒന്ന് സെറ്റ് ചെയ്യുക. കോർണേഴ്സ് സെറ്റ് ചെയ്യാൻ മാത്രം നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇതൊന്ന് പിൻ ചെയ്യേണ്ടി വരും. പിൻ ചെയ്തിട്ട് നമുക്ക് കോർണേഴ്സിൽ അത്ര കറക്റ്റായിട്ട് കിട്ടുമെന്ന് അറിയത്തില്ല. പക്ഷേ ഇത് ഓക്കെയാണ്. പ്രോഡക്റ്റിനായാലും നല്ല വോണ്ടാണ്, കുഴപ്പമൊന്നുമില്ല. ഞാൻ ആ ബ്രഷ് ഇതിൻ്റെ ബ്രഷ് ഞാൻ വാഷ് ചെയ്തിട്ടുണ്ടോ, ഒരു പ്രാവശ്യം ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട്. വാഷ് ചെയ്തിട്ട് ബ്രഷ് എപ്പോഴും ഇങ്ങനെ വെക്കാവട്ടെ. അത് ഞാൻ പ്രത്യേകം വീഡിയോയിൽ ബ്രഷ് ക്ലീനിങ് ഇങ്ങനെയാണെന്നുള്ളത് വേണമെന്നുള്ളത് കമൻറ്റ് ചെയ്യുക, അത് ഞാൻ പ്രത്യേകം പറയാം. അപ്പം ഇതും നല്ല ക്വാളിറ്റിയുള്ള നല്ല അടിപൊളി ബ്രഷാണ്. 6 ബ്രഷസാണ്. നല്ല ഹാൻഡി ആയിട്ടുള്ള നല്ല അടിപൊളി പ്രോഡക്റ്റാണ്. അതേപോലെ ഇതിനകത്തും ഒരു കോമ്പാക്ട് പൗഡർ ബ്രഷും ഉണ്ട്. ഫൗണ്ടേഷൻ ബ്രഷ്, ഇതും അത്യാവശ്യം ഫൗണ്ടേഷൻ ബ്രഷ് തന്നെ. ഇത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഇതിൻ്റെ വോണ്ട് എങ്ങനെ ഇരിക്കുകയാണ്. ഇത് നല്ല വലിയ ബ്രഷസാണ്. നമുക്ക് ഇത് ചെറുതായി കുറച്ച് പ്രോഡക്റ്റ് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് നല്ല സ്ലോ മോഷൻ നമുക്ക് കൊടുക്കാം. ഇത് ഇച്ചിരി ലാർജ് ആയതുകൊണ്ട് എല്ലായിടത്തും സംഭവം സ്മൂത്താണ്. പക്ഷേ അത്രത്തോളം പ്രിസൈസായിട്ട് വരുമെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ
നല്ലൊരു അങ്ങനെ കുത്തൽ ഇറിറ്റേഷൻ ഒന്നും ചെയ്യുന്നില്ല. ഞാനിത് ഒരു പ്രാവശ്യം യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് വെച്ചേക്കും കേട്ടോ. ക്ലീൻ ചെയ്ത് വെച്ച പ്രോഡക്റ്റാണ്. സംഭവം നല്ല പ്രോഡക്റ്റാണ്. പൗഡർ ഞാൻ കാണിച്ചില്ലല്ലോ. ഇത് പൗഡറും ഇത് ഫൗണ്ടേഷൻ ബ്രഷും ഇത് കൺസീലർ ബ്രഷാണ്. കൺസീലർ ബ്രഷ് ഞാൻ പ്രത്യേകം കറക്റ്റായിട്ട് കൊടുത്തേക്കുന്നത് നമുക്ക് കൺസീൽ ചെയ്യാൻ. കണ്ടാ കാണുന്നുണ്ടോ എന്നറിയാൻ വയ്യ. കൺസീലർ ബ്രഷ് ഇതാണ് ഞാൻ യൂസ് ചെയ്തിട്ട്. ഞാൻ അധികം കൺസീലർ എടുത്താലും ഫിംഗേഴ്സ് കൊണ്ടുപോയി ഞാൻ ടാബ് ചെയ്യാറുള്ളൂ. ചിലപ്പോഴൊക്കെ ഉള്ളൂ ഈ കൺസീലർ ബ്രഷ് നമുക്ക് ഈ പ്രിസൈസ് ആയിട്ടുള്ള ഏരിയയിലൊക്കെ ചിലപ്പം എടുക്കാൻ സാധ്യതയുണ്ട്. ഈ ഒരു ബ്രഷും കൺസീലർ ബ്രഷാണ്. നെക്സ്റ്റ് ഒരു ഐഷാഡോ ബ്രഷാണ്. നമുക്ക് നല്ലൊരു ഒരു ഷെയ്ഡ് എടുത്തിട്ട് നമുക്ക് നല്ല ക്രീസിലൊക്കെ നല്ലൊരു സ്മജ് കൊടുക്കാം. നല്ല അടിപൊളിയാണ്. അത്ര ഫ്ലഫി തന്നെ അത്ര സ്റ്റിഫും അല്ല. അത്യാവശ്യം പൗഡർ പ്രോഡക്റ്റ് ഒക്കെ എടുക്കാനും ഗ്ലിറ്റർ പ്രോഡക്ട്സും ചെറുതായിട്ട് എടുക്കാൻ ഓക്കെയാണ് കേട്ടോ. നമ്മൾ ഓക്കെയാണ് സ്മജ് ചെയ്ത് കൊടുക്കാനൊക്കെ അടിപൊളി പ്രോഡക്റ്റാണ്. നെക്സ്റ്റ് ഇത് തന്നെ സ്വിസ് ബ്യൂട്ടിയുടെ ഇതും ഐഷാഡോ ആപ്ലിക്കേറ്ററാണ്. ഇതും ഈ എന്താ പറയുക ഐഷാഡോസ് ഗ്ലിറ്റർ ഐഷാഡോ ഒക്കെ നമുക്ക് നല്ലോണം ഗ്ലിറ്ററി ആയിട്ടുള്ളതൊക്കെ പാച്ച് ചെയ്യാൻ നല്ലൊരു അടിപൊളി ബോണ്ടാണ്. പിന്നെ നെക്സ്റ്റ് ഇതാണ് മറ്റേ ഇതിനകത്തില്ലാത്തത് ഐബ്രോ ഫില്ലർ. ഇത് ഐബ്രോ നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യുകയും ചെയ്യാം. അതേപോലെ നമുക്ക് ഹൈലൈറ്റിംഗ് പോർഷൻസ് ഒക്കെ ഹൈലൈറ്റ് ചെയ്യുകയും ലിപ്സിൻ്റെ ഇവിടെ ഒക്കെ ഹൈലൈറ്റ് ചെയ്യുകയും ചെയ്യാം. കോംബോ ഉണ്ട്. നമുക്ക് നല്ലോണം ഈരി വെക്കുകയും ചെയ്യാം. ബ്രോസ് നമ്മൾ ഡ്രോ ചെയ്തിട്ട് ഈരി വെക്കാൻ വേറൊരു പ്രോഡക്റ്റ് എടുക്കേണ്ട കാര്യമില്ല. അപ്പം ഇത്രയാണ് ഇതിൻ്റെ. ഇത് രണ്ടും സിന്തറ്റിക് ബ്രഷാണ്, സിന്തറ്റിക് ഫൈബറാണ് കേട്ടോ. അത് ഞാൻ പറഞ്ഞേക്കാം. ഈ രണ്ടിൻ്റെയും ഫൈബർ സിന്തറ്റിക് ആണ്. മേക്കപ്പ് ബ്രഷിന് കൂടുതൽ സിന്തറ്റിക് ആയിരിക്കും. നമുക്ക് ഒന്നും കൂടെ എഫർട്ട്, പക്ഷേ ക്ലീൻ ചെയ്യാനും നമുക്ക് യൂസ് ചെയ്യാനൊക്കെ നല്ലതുമായിരിക്കും. അപ്പോൾ ഈ രണ്ട് പ്രോഡക്റ്റുമാണ് ഞാൻ പറയുന്നത്. രണ്ടും ഏകദേശം ഒരേ റേഞ്ച്. ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരേ റേഞ്ചിലാണ് പോകുന്നത്. വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല. ഒരേ റേറ്റുമാണ്. ഇപ്പോൾ പിങ്ക് സെയിൽ നടക്കുന്നു. പിങ്ക് സെയിൽ ഇപ്പം നൈക്കയിൽ നടക്കുന്നുണ്ട്. ആമസോണിലും താമസിക്കാതെ തന്നെ സെയിൽ വരും. കാരണം 2024 തീരാൻ പോവുകയാണ്. ഈ അടുത്ത് 25 സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് ക്രിസ്മസ് സെയിൽ. അങ്ങനെ സെയിലൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം സെയിൽ പോകുന്നതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ നൈക്കയിലും ആമസോണിലൊക്കെ നോക്കിയപ്പം ഈ രണ്ടിന് ഏകദേശം 750 എന്ന് പറയാൻ പറ്റില്ല, 720 740 അടുപ്പിച്ച് വരുന്നുണ്ട്. ഇതിനകത്ത് 6 ബ്രഷസും ഇതിനകത്ത് 8 ബ്രഷസുമാണ്. ഇത് നമുക്ക് ബോക്സ്, ഞാൻ പറഞ്ഞല്ലോ ബോക്സ് ഉള്ളതും ഉണ്ട്. ബോക്സ് ഉള്ളതിന് 1000 റുപ്പീസ് കൊടുക്കണമെന്ന് തോന്നുന്നു. ഇതിന് ബോക്സ് അങ്ങനെയില്ല. ഈ ഒരു ബോക്സേ ഉള്ളൂ. ഇതിനകത്ത് തന്നെ എപ്പോഴും സൂക്ഷിച്ച് വെക്കാമോ എന്നറിയത്തില്ല. ഇത് മിസ്സാവാതിരിക്കാനാണ് ഞാൻ ഇതിനകത്ത് തന്നെ കുറച്ച് ഈ വീഡിയോ എടുക്കുന്നവരെ ഈ ബോക്സിനകത്ത് ഇരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് ഈ മിക്കവാറും ഇത് കഴിയുമ്പം ഇത് എൻ്റെ കൈവിട്ട് പോകും. അപ്പം ഇത് രണ്ടിൽ ഏതാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ഇതാണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം ഇത് ഒന്ന് ഹാൻഡിയാണ്. ഹാൻഡിയിൽ നമുക്ക് കൊണ്ടുപോകാം, കൊണ്ടു നടക്കാം, എല്ലാം ചെയ്യാം. പിന്നെ ഹാൻഡിയുടെ നമ്മുടെ കയ്യിലിരിക്കും. നല്ല ബ്രിസിൽസാണ്. സോഫ്റ്റ്. ഇതും സോഫ്റ്റ് അല്ലെന്നുള്ള കേട്ടോ, നല്ല സോഫ്റ്റാണ്. പക്ഷേ ഇതിൻ്റെ ബ്രഷസിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ ഇച്ചിരി വലുതായിട്ടുള്ളത്. അത് വെച്ചിട്ട് എനിക്ക് വേറെ ഒന്നും തോന്നുന്നില്ല. പിന്നെ ഇതിൻ്റെ കൂടെ ഈ ഒരു ബ്രഷും കൂടെ ആഡ് ഓൺ ചെയ്താൽ ഇത്ര ബ്രഷസിൻ്റെ ആവശ്യമുള്ളൂ. ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് വേറെ ബ്രഷസ് കുറച്ച് നാളത്തേക്ക് അന്വേഷിക്കേണ്ട കാര്യം. കാരണം 700 മുടക്കിയാൽ മതി, നമുക്ക് അത്യാവശ്യം കുറച്ച് നാൾ ഓടും. ബ്രഷസ് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ അത്ര നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തല്ലോ എന്നുള്ള ഇതൊന്നും വേണ്ട. കാരണം സ്വയം മേക്കപ്പ് ചെയ്യാനും ഒരുങ്ങാനൊക്കെ ആഗ്രഹമുള്ളവർ ഇങ്ങനത്തെ ഒരു ബ്രഷസ് കിറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് പറയത്തില്ല. അതുകൊണ്ട് ഇത് മോശമെന്നുണ്ട്. ഇത് പണ്ട് തൊട്ടേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഈ ഒരു മാൾസിൻ്റെ ബ്രഷ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഈ സ്വിസ് ബ്യൂട്ടി ബ്രഷസ് ഒത്തിരി പേര് യൂസ് ചെയ്ത് ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഞാനിത് ഇഷ്ടമല്ലെന്നല്ല പറഞ്ഞു. പക്ഷേ ഇതിനേക്കാളും എനിക്കൊന്നും കൂടെ ഹാൻഡി ആയിട്ട് തോന്നുന്നത് ഈ ഒരു ബ്രഷാണ് കേട്ടോ. നല്ല ഹാൻഡിയാണ്. നമുക്ക് ഹാൻഡിയായിട്ട് കൊണ്ടുപോവുകയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇതും ഹാൻഡിയായിട്ട് കൊണ്ടുപോകാം. പക്ഷേ എന്താ പറയുക, ഇത് പൗഡർ ബ്രഷൊക്കെ ഇച്ചിരി ബുഫിയായിട്ട് ഇരിക്കുന്നുണ്ട്. ആ ഒരു പ്രശ്നമേ ഉള്ളൂ. അല്ലാതെ പ്രശ്നമൊന്നും കാണുന്നില്ല. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആമസോണിലും നൈക്കയിലും മിത്രയിലും ഒക്കെ പർപ്പിളിലും ഒക്കെ അവൈലബിൾ ആണ്. ഇതിനകത്ത് ഏതെല്ലാം പ്രൈസ് കുറവുള്ളതെന്ന് വെച്ചാൽ അത് നോക്കി നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങിക്കുക. ഓക്കെ, ഇതുപോലത്തെ ബ്രഷസിൻ്റെ വീഡിയോസ് വേണമെങ്കിൽ പറയാം. ഈ ബ്രഷസ് മാത്രം, മാൾസിൻ്റെ ബ്രഷസ് മാത്രം, സ്വിസ് ബ്യൂട്ടിയുടെ ബ്രഷസ് മാത്രം വെച്ച് ഒരു മേക്കപ്പ് ലുക്ക് ചെയ്യണമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ആ കമൻറ്റ് നോക്കിയിട്ട് എത്ര കമൻറ്റ് വരുന്നതെന്ന് നോക്കി അതുപോലെ മേക്കപ്പ് ലുക്ക് ചെയ്യും. മാൾസിൻ്റെ ബ്രഷും പ്രത്യേകം ചെയ്യാം, സ്വിസ് ബ്യൂട്ടിയുടെയും ബ്രഷസ് പ്രത്യേകം ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ബ്രഷസ് ഇനിയും കുറച്ച് അഫോർഡബിളായിട്ട് വേറെ ബ്രഷസ്, അഫോർഡബിൾ എന്ന് പറയാൻ ഒക്കത്തില്ല, ഞാൻ സിംഗിൾ ബ്രഷസ് ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അത് അങ്ങനെ വീഡിയോസ് വേണമെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതിൻ്റെ ഞാൻ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ 1 ബ്രാൻഡ് വീഡിയോ ഞാൻ ചെയ്യണമെന്നൊരു
പ്ലാനിലുണ്ട് 1 ബ്രാൻഡായിട്ടുള്ള വീഡിയോസ്, അഫോർഡബിൾ പ്രോഡക്റ്റ് ഉള്ള ഫസ്റ്റ് ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോ ചെയ്യാം. ആ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ആ വീഡിയോയിൽ ഞാൻ പറയാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ, ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ. അപ്പോൾ നൈക്ക സെയിലൊക്കെ വരുന്നുണ്ട്. ഏതൊക്കെ പ്രോഡക്റ്റ് ആരെങ്കിലുമൊക്കെ നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യണം, അത് ഞാൻ നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ നൈക്കയിൽ ഏതൊക്കെ പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ നല്ലതാണ്, ഇതൊക്കെ എനിക്ക് എഫക്റ്റ് ആയിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രൈസ് ഞാൻ കൂടുതലും ഇങ്ങനത്തെ സെയിലുള്ള സമയത്താണ് പ്രോഡക്റ്റ് വെച്ച് തോനെ വാങ്ങിക്കുന്നത്. ഇപ്രാവശ്യം ഞാനൊന്നും വാങ്ങിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നില്ല, കാരണം വേണ്ടാന്ന് വിചാരിക്കുന്നു, പറയാൻ ഒക്കത്തില്ല. ചിലപ്പം വാങ്ങിക്കാൻ ഞാൻ പിന്നീട്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിന് എൻ്റെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബായ്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എല്ലാവരും വീഡിയോസ് കാണുന്നുണ്ട്, ആരും ലൈക്കും ചെയ്യുന്നില്ല, ചാനൽ സബ്സ്ക്രൈബും ചെയ്യുന്നില്ല. അതുകൊണ്ട് ലൈക്കും ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നവരെ ബായ്.